പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തിന്റെ താരരാജാവ് രണ്ട് താരനക്ഷത്രങ്ങളായ റോഡ്രിഗോ ഡി പോളിന്റെയും ലൂയിസ് വാരസിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കൊൽക്കത്ത എന്ന ബംഗനാട്ടിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ പാതിരാത്രി 2:20 ലാൻഡ് ചെയ്യുമ്പോൾ ആ നാടിന്, ഫുട്ബോൾ ജീവനും ജീവശ്വാസവുമാക്കിയ ആ നാടിന് ആ ഒരു മഞ്ഞ് പെയ്യുന്ന രാത്രിയിലെ തണുപ്പോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല. ഹെവി സെക്യൂരിറ്റി കോൺവോയിൽ പിന്നീട് അദ്ദേഹം ഹോട്ടലിലേക്ക്, കൊൽക്കത്തയിൽ പിന്നീട് മറ്റ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടുത്തെ ഭരണകൂടത്തിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും കെടുകാര്യസ്ഥതയും ഒന്നുകൊണ്ട് മാത്രം അവിടുത്തെ പരിപാടി ആകാലംബായി, സ്റ്റേഡിയം കഴിഞ്ഞ് പോയിട്ട് ആകാലംബായി. ബംഗാൾ അവരുടെ സ്നേഹം മെസ്സിക്ക് നൽകിയത് ദേഷ്യത്തോടെയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഹൈദരാബാദിലേക്ക്, രേവന്ത് റെഡ്ഡി സർക്കാർ മികച്ച രീതിയിൽ അതിനെ ഹോസ്റ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടു. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺവെർസേഷനും എല്ലാം മികച്ച രീതിയിലായിരുന്നു. തുടർന്ന് രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള ഫുട്ബോൾ മാച്ചൊക്കെ ലിയോ മെസ്സി പങ്കെടുത്തു. തുടർന്ന് ഹൈദരാബാദിൽ നിന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക നഗരിയിലേക്ക്, മുംബൈയിലേക്ക്. ചരിത്രങ്ങളേറെ പറയാനുള്ള മുംബൈ നഗരം അദ്ദേഹത്തെ വരവേറ്റത് ഏറെ സ്നേഹത്തോടെയായിരുന്നു. കായിക ലോകം ഒരു കാഴ്ചയും കൂടെ അവിടെ കണ്ടു. ഫുട്ബോൾ ലോകത്തിന്റെ മിശ്ര സാക്ഷാൽ ലിയോ മെസ്സിയും ക്രിക്കറ്റ് ഗോഡ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച. സച്ചിൻ ജേഴ്സിയും മെസ്സി ഫുട്ബോളും കൈമാറുന്ന അസുലഭ നിമിഷങ്ങൾ. തുടർന്ന് മുംബൈയിലെ പരിപാടികൾക്കെല്ലാം ശേഷം അദ്ദേഹം രാജ്യതലസ്ഥാനത്തേക്ക്, ഡൽഹിയിലേക്ക്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നുവെങ്കിലും പിന്നെ അവസാന നിമിഷം അദ്ദേഹത്തിന് അതെത്താനായില്ല. ഡൽഹി സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ജനാവലിയോടെ മെസ്സി ഡൽഹിയിലേക്ക്. ICC ചെയർമാനായ ജയ്ഷ അദ്ദേഹത്തിന് ഇത് കൈമാറി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ജേഴ്സി എല്ലാം കൈമാറി. മുംബൈയിൽ സുനിൽ ഛേത്രിയും ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഉണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയെ. അപ്പം ഡൽഹിയിലും അദ്ദേഹത്തിന് നിറഞ്ഞ സ്നേഹത്തോടെയുള്ള വരവേൽപ്പാണ് ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം ഇപ്പോഴും ഇന്ത്യ വിട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നമ്മുടെ അംബാനി അങ്കിളിൻ്റെ, നമ്മുടെ ഡയറക്ടർ ഓഫ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയ ആനന്ദ് അംബാനിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇപ്പോഴും ജാംനഗറിലേക്ക്, ഗുജറാത്തിലെ ജാംനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. ഹെവി സെക്യൂരിറ്റി കോൺവോയുടെ വീഡിയോസ് ഒക്കെ മീഡിയാസ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എനിക്ക് താരനക്ഷത്രങ്ങൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ താരനക്ഷത്രങ്ങളായ 2 താരങ്ങൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞത്: നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നാടിന് എന്നോടുള്ള സ്നേഹം, എന്നാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉറപ്പ് നൽകുന്നു, ഞാൻ എന്നെങ്കിലും ഈ രാജ്യത്തേക്ക് തിരിച്ചെത്തും. ഒരു മത്സരത്തിനോ എന്തിനെങ്കിലുമായി ഈ രാജ്യത്തേക്ക് തിരിച്ചെത്തും. മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഈ രാജ്യം വിടുന്നത് എന്ന് തന്നെ ലിയോ മെസ്സി പറയുമ്പോൾ ഒന്നുറപ്പിക്കാം, കൊൽക്കത്ത അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയപ്പോൾ, രാജ്യത്തിന് തന്നെ അപമാനമായപ്പോൾ, മറ്റ് 3 നഗരങ്ങൾ അദ്ദേഹത്തിന് സന്തോഷത്തിന്റെ ഓരോ നിമിഷവും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. മനസ്സും ശരീരവും ഒരേപോലെ നിറഞ്ഞുകൊണ്ടാണ് ലിയോ മെസ്സി എന്ന താരരാജാവ് ഇന്ത്യ വിടുന്നത്. എന്താണ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം ഒന്നും പരിഗണിക്കുക. അപ്പോൾ